സർക്കാർ ജോലി എന്നുള്ള ആ ഒരു സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഏതൊരു ഉദ്യോഗാർത്ഥിയും കേസ്മെന്റിലേക്ക് എത്തുന്നത്. ആ ഒരു സ്റ്റുഡൻറ് ജേണി എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കേസ്മെന്റിൽ വരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു സ്റ്റുഡൻറ് ജേണി എന്തായിരിക്കും എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്ത വളരെ പെയിൻസ്റ്റേക്കിംഗ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിവൈസ് ചെയ്ത സ്റ്റുഡൻറ്റിനെ എങ്ങനെ എക്സാമിന് പ്രാപ്തനാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ 3 ഘട്ടങ്ങളടങ്ങിയ ഒരു സ്റ്റുഡൻറ് ജേണിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ കേസ്മെന്റിൽ ഒരു ഉദ്യോഗാർത്ഥി അഡ്മിഷൻ എടുത്ത് അദ്ദേഹം ഓൺ ദ റിയൽ ഡേ ഓഫ് എക്സാം പോയി ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു യാത്ര, അതിൻ്റെ 1ാം ഘട്ടം എന്താണ്, 2ാം ഘട്ടം എന്താണ്, 3ാം ഘട്ടം എന്താണ് എന്നത് വിശദമാക്കി തരലാണ്. അപ്പോൾ 1ാം ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥി നമ്മുടെ കേസ്മെന്റിൽ ഫീ അടച്ച് അഡ്മിഷൻ എടുക്കുന്ന നടപടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പം കേസ്മെന്റിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് റിലേഷൻ ടീം നമുക്കുണ്ട്. അവരെ സ്റ്റുഡൻറ് റിലേഷൻ ടീം എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് അവരെ സ്റ്റുഡൻറ് കൗൺസിലിംഗ് ടീം എന്ന് വിളിക്കുന്നതായിരിക്കും. ഇവർ നിങ്ങളെ ബന്ധപ്പെടുന്നു. ഒരു വെൽക്കം കോളിലൂടെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും സ്റ്റുഡൻറ് റിലേഷൻ ടീം ബന്ധപ്പെടുന്നു. ആ വെൽക്കം കോളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഏത് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തത്, ആ കോഴ്സ് ഡീറ്റെയിൽസ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്, അതിൻ്റെ മോഡുലാറായിട്ടുള്ള ക്ലാസ്സിൻ്റെ ഡെലിവറൻസ്, അതുപോലെ തന്നെ ടെസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്റ്റുഡൻറ് റിലേഷൻ ടീം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഇവർ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചലഞ്ചസ് എന്താണ്, നിങ്ങളുടെ അപ്രഹെൻഷൻസ് എന്താണ്, നിങ്ങളുടെ ഭയങ്ങൾ എന്താണ് ഒരു എക്സാം സംബന്ധിയായിട്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു പെക്യുലാരിറ്റീസ് ഇൻ ടേംസ് ഓഫ് ആൻ ആസ്പിരൻറ്റ് എന്താണെന്ന് കൗൺസിലേഴ്സ് മനസ്സിലാക്കുന്നു. അത് നമ്മുടെ ഡേറ്റാബേസിലേക്ക് നമ്മൾ എടുക്കുന്നു. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ തന്നെ റിയൽ ടേംസിൽ 1ാം ഘട്ടത്തിലാണ് ഈ ഓൺ ബോർഡിങ് നടക്കുന്നത്. ഈ ഓൺ ബോർഡിങ്ങിൽ ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭാഗമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മത്സര പരിശീലന കേന്ദ്രത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ട് ഒരു കോർപ്പറേറ്റ് തലത്തിലൊക്കെ മാത്രം കാണുന്ന മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക്, അതായത് ഇന്ന് അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 8,000-ഓളം രൂപ ആ ലൈസൻസിനുണ്ട്. അതായത് നിങ്ങൾ ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂസറായിട്ട് മാറുകയാണ് മൈക്രോസോഫ്റ്റ് ടീംസ്. അപ്പോൾ ഈ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഈ കാലഘട്ടത്തിൽ അപ്പം നമ്മൾ ആ ടെക്നോളജി എംബ്രേസ് ചെയ്തില്ലെങ്കിൽ വി വിൽ സർട്ടൻലി ലാഗ് ബിഹൈൻഡ്. ആ ഒരു ഘടകം അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ മുന്നിൽ കണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് ടീംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മിയർലി ഇവിടുത്തെ ക്ലാസ്സസ് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മൈക്രോസോഫ്റ്റിൻ്റെ OneNote ഉൾപ്പെടെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഈ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ യു വിൽ സർട്ടൻലി നിങ്ങളൊരു നോച്ച് എബോവ് തന്നെ ആയിരിക്കും കമ്പയർഡ് ടു അതർ ആസ്പിരൻസ്. ഈ ഒരു ഫീച്ചർ കൂടി നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്ത് ഓൺ ബോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇതാണ് 1ാം ഘട്ടം. 2ാം ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെക്കറിംഗ് ആയിട്ട് പോകുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻ, അതായത് ഇപ്പോൾ ഡെയിലി ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ദിവസം തൊട്ട് തന്നെ നിങ്ങൾ എങ്ങനെ വാലുവേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളൊന്ന് ആലോചിക്കും. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി വാലുവേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ആളെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ആ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, ആ ടെസ്റ്റിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെയിലി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഡെയിലി ടെസ്റ്റൊക്കെ എടുത്ത് നിങ്ങളൊരു പ്രിപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഒരു മാസം ആകുമ്പം നമ്മൾ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. അതാണ് ഫേസ് 2. ഓക്കെ, ഫേസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും ലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫേസ്. ഫേസ് 2-ൽ ഫേസ് 2 എന്ന് പറയുന്നത് നമുക്കൊരു 5th വീക്ക് തൊട്ട് ഫേസ് 2 ആരംഭിക്കുന്നതെന്ന് പറയാം. കാരണം നിങ്ങളുടെ ഒരു സഫീഷ്യൻറ്റ് ഡേറ്റാ ബേസ് നമ്മുടെ കയ്യിൽ വേണം ഇൻ ടേംസ് ഓഫ് യുവർ പെർഫോമൻസ്, ഇൻ ടേംസ് ഓഫ് യുവർ ഇൻട്രാക്ഷൻ, ടെസ്റ്റിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, ഇതെല്ലാം അടങ്ങിയ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ റിപ്പോസിറ്ററി മെയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, സോ ഫേസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻറ് കൗൺസിലേഴ്സ് അല്ലേ, സ്റ്റുഡൻറ് റിലേഷൻ ടീം നിങ്ങളെ എന്ത് ചെയ്യും, 1-to-1 കോൾ ചെയ്യും. 1-to-1 കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു SWOT അനാലിസിസ് ആണ് ഫേസ് 2-ൽ നടക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നു ഫേസ് 2 എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് കൺഫൈൻഡ് ടു എ സിംഗിൾ കോൾ, മറിച്ച് എന്താണത്, അത് നിരന്തരമായിട്ട് റെക്കറിംഗ് ആയിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഒരു ബോഡി പാർട്ട് എന്ന് പറയാൻ പറ്റുന്ന ഫേസ് 2 കോൾസ് ആണ്. സോ അവിടെ നിങ്ങൾക്ക് ഈ അവയർനെസ് കിട്ടിക്കൊണ്ടേയിരിക്കും ദാറ്റ് നിങ്ങൾ ഈ മേഖലയിൽ വീക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു ത്രെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അപ്പോൾ അതിൽ ഒരു ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് യുവർ ഫണ്ടമെന്റൽസ് ആർ എ ബിറ്റ് വീക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ടമെന്റൽ ട്രെയിനിങ്ങാണ്. അത് നമ്മൾ സ്പെഷ്യൽ വീഡിയോസ് ഫോർ ദാറ്റ് ഇൻറ്റൻഡഡ് പർപ്പസ് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഫേസ് 2-ൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, 3ാം ഘട്ടമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘട്ടം. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി സർക്കാർ സർവീസിലേക്കാണോ എന്ന് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് 3ാം ഘട്ടം. ഈ 3ാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? 3ാം ഘട്ടത്തിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് സീരീസ് വഴിയാണ് നിങ്ങളെ ഗേജ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. ഓക്കെ, ടെസ്റ്റ് സീരീസിൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 15 ടെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 15 ടെസ്റ്റുകളിൽ അതിനകത്ത് തന്നെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 10 ടെസ്റ്റുകൾ ഈ സിലബസിലുള്ള ഏരിയാസ് ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ്, സബ് ടോപ്പിക് വൈസ് ഏരിയാസ് കവർ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഡിഗ്രി മെയിൻസ് പരീക്ഷയിൽ ഹിസ്റ്ററിക്ക് 10 മാർക്കാണ്, അല്ലെങ്കിൽ എക്കണോമിക്സിന് 5 മാർക്കാണ്, ജോഗ്രഫിക്ക് എഗെയിൻ 5 മാർക്കാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ
അപ്പം റിയൽ എക്സാമിലാണ് ഈ വെയിറ്റേജ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ സെക്ഷൻ വൈസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ തന്നെ 100 മാർക്കിന് എഴുതി പരിശീലിക്കാനുള്ള അവസരം കിട്ടും, ജോഗ്രഫിയുടെ ഒരു 100 മാർക്ക് എഴുതി പരിശീലിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ 10 ടെസ്റ്റുകൾ, സെക്ഷൻ വൈസ് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള 10 ടെസ്റ്റുകൾ. അതിനുശേഷമാണ് ഈ മിക്സഡ് ബാഗ് വരുന്നത്. 5 ടെസ്റ്റുകൾ മിക്സഡ് ബാഗ് ആയിരിക്കും. ഈ മിക്സഡ് ബാഗ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിമുലേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നിങ്ങൾ പരീക്ഷാ ഭയം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഭയം ദൂരീകരിക്കുക, അല്ലെങ്കിൽ ആ ഭയം ലിറ്ററലി ആ ഭയം എടുത്ത് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ അവസാനത്തെ 5 ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ 5 ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന 6ാമത്തെ ടെസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ റിയൽ ടെസ്റ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷാ ഭയത്തെ പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക. 1500 ചോദ്യമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി, ഈ പ്രക്രിയയിലൂടെ കടന്നു വന്ന് പരീക്ഷ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും വേണ്ട. അതാണ് ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 3 ഘട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതുതായിട്ട് കേസ് മെൻറ്ററിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതാണ് കേസ് മെൻറ്ററിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ സ്റ്റുഡൻറ്റ് ജേർണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ ടീമുമായിട്ടും അക്കാഡമിക് ടീമുമായിട്ടും കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പേഴ്സും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്.